ദൈവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം 132 വാല്യം 3 ഈശോ തെളിവെള്ളം എന്ന സ്ഥലത്ത് സമാപനം. കർത്താവിൽ എൻ്റെ മക്കളെ, ശുദ്ധീകരണ തിരുനാൾ വന്നിരിക്കുന്നു. ലോകത്തിന്റെ പ്രകാശമായ ഞാൻ ആ തിരുനാൾ നന്നായി ആഘോഷിക്കുന്നതിനുള്ള അത്യാവശ്യ ഒരുക്കം നൽകി നിങ്ങളെ അയക്കുന്നു. തിരുനാളിലെ ആദ്യത്തെ ദീപം ഞാനാണ്. അതിൽ നിന്ന് മറ്റെല്ലാ ദീപങ്ങളും നിങ്ങൾ കത്തിക്കണം. ആദ്യത്തെ ദീപം സ്വയം കത്തിക്കാൻ നിർവാഹമില്ലാത്തവൻ അനേക ദീപങ്ങൾ കത്തിക്കുന്നു എന്ന് അഭിനയിക്കുന്നത് വെറും വിഡ്ഢിത്തമായിരിക്കും. പരിപൂർണതയുടെ അടിസ്ഥാനമാകുന്ന 10 പ്രമാണങ്ങൾ അവഗണിച്ച് മറ്റു ശ്രമകരമായ കാര്യങ്ങൾ ചെയ്ത് സ്വന്തം പരിപൂർണത ആരംഭിക്കുന്നു എന്ന് നടിക്കുന്നവൻ അതിലേറെ വിഡ്ഢിയായിരിക്കും. മക്കബായക്കാരുടെ പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: യൂദായും അവന്റെ ആളുകളും ദൈവത്തിന്റെ സംരക്ഷണയിൽ ദേവാലയവും പട്ടണവും വീണ്ടെടുത്തു. അനന്തരം അന്യദൈവങ്ങൾക്കായി നിർമ്മിക്കപ്പെട്ടിരുന്ന അൾത്താരകളും ആലയങ്ങളും നശിപ്പിച്ചു. പിന്നീട് വേറൊരു ബലിപീഠം പണിതു. തീക്കല്ലുരച്ച് തീയുണ്ടാക്കി ബലികൾ അർപ്പിച്ചു. കുന്തിരിക്കം ധൂപിച്ചു. ദീപങ്ങൾ കൊളുത്തി. ബലിയപ്പം കാഴ്ചവെച്ചു. അനന്തരം എല്ലാവരും സാഷ്ടാംഗ പ്രണാമം ചെയ്തു. ഒരിക്കലും പാപം ചെയ്യാതിരിക്കാനുള്ള അനുഗ്രഹത്തിനായി കർത്താവിനോട് പ്രാർത്ഥിച്ചു. ബലഹീനത കൊണ്ട് വീണ്ടും പാപത്തിൽ വീണു പോകാൻ ഇടയായാൽ തങ്ങളോട് കരുണയായിരിക്കണമേ എന്നും പ്രാർത്ഥിച്ചു. അത് സംഭവിച്ചത് ചിസ്ലേവ് മാസത്തിന്റെ 25-ാം ദിവസമാണ്. ഇപ്പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കാം. കാരണം ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഓരോ വാക്കിനും ആധ്യാത്മികമായ അർത്ഥമുണ്ട്. ജീവിതം എപ്പോഴും ഒരു പാഠമാണ്. ഇസ്രായേലിന്റെ ചരിത്രം നമ്മുടെ ഭൗമിക ജീവിതത്തിന് മാത്രമല്ല, നിത്യതയെ നേടിയെടുക്കുന്നതിനുള്ള പാഠമാണ്. അജ്ഞാനികളുടെ ബലിപീഠങ്ങളും ആലയങ്ങളും അവർ തകർത്തു. ആദ്യത്തെ പ്രവൃത്തി അതായിരുന്നു. സത്യദൈവത്തിന്റെ സ്ഥാനത്തുള്ള അനേകം ദേവന്മാരുടെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെട്ട കാര്യം തന്നെ. ജഡികാസക്തി, സ്വർണത്തോടുള്ള ആഗ്രഹം, അഹങ്കാരം, മറ്റു പ്രധാന തിന്മകൾ, ഇവ ആത്മാവിനെ മലിനമാക്കുകയും കൊല്ലുകയും ചെയ്യുന്നു. ശരീരത്തെ മരണത്തിലേക്കും ദൈവശിക്ഷയിലേക്കും നയിക്കുന്ന ഇവ വിഗ്രഹാരാധനയാണ്. വിശ്വാസികളെ ഞെരുക്കുന്ന എണ്ണമില്ലാത്ത കർമ്മവിധികൾ കൊണ്ട് നിങ്ങളെ ഞാൻ ഭാരപ്പെടുത്തിയില്ല. ശരിക്കുള്ള നിയമങ്ങളെ തടഞ്ഞു വയ്ക്കുന്ന കോട്ടയാണ് ഇവ. ബാഹ്യമായ അനേകം വിലക്കുകൾ കൽപ്പിച്ച് യഥാർത്ഥ നിയമങ്ങൾ ഞെരുക്കപ്പെടുകയും ഒളിച്ചു വയ്ക്കപ്പെടുകയും ചെയ്യുന്നു. തന്നിമിത്തം വ്യക്തമായ, ഒട്ടും പതറാത്ത ദൈവത്തിന്റെ പരിശുദ്ധമായ സ്വരം വിശ്വാസികൾ കേൾക്കാതാകുന്നു. കർത്താവ് അരുളിച്ചെയ്യുന്നു: ശപിക്കരുത്, വിഗ്രഹങ്ങളെ ആരാധിക്കരുത്, തിരുനാളുകൾ അശുദ്ധമാക്കരുത്, മാതാപിതാക്കളെ നിന്ദിക്കരുത്, കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കളവ് പറയരുത്, അന്യരുടെ വസ്തുക്കൾ ആഗ്രഹിക്കരുത്, അയൽക്കാരന്റെ ഭാര്യയെ മോഹിക്കരുത്. 10 വിലക്കുകൾ, ഒന്നുപോലും കൂടുതലില്ല. ആത്മാവിന്റെ ആലയത്തിന്റെ 10 തൂണുകളാണവ. അവയ്ക്ക് മീതെയായി ഏറ്റവും വിശുദ്ധമായ പ്രമാണം, തനി സ്വർണം പോലെയുള്ള സ്നേഹത്തിന്റെ പ്രമാണം. ദൈവത്തെ സ്നേഹിക്കുക, നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ദേവാലയത്തിന്റെ മകുടമാണത്. തൂണുകളെ സംരക്ഷിക്കുന്നത് അതാണ്. നിർമ്മാതാവിന്റെ മഹത്തായ നേട്ടമാണത്. സ്നേഹം കൂടാതെ ഈ 10 കൽപ്പനകൾ അനുസരിക്കാൻ കഴിയുകയില്ല. സ്നേഹമില്ലെങ്കിൽ തൂണുകൾ എല്ലാമോ ഒരുപക്ഷെ ചിലതോ വീണുപോകും. ദൈവാലയം ഭാഗികമായോ പൂർണ്ണമായോ തകർന്നു പോകും. എങ്ങനെയായാലും ഏറ്റവും പരിശുദ്ധനായവനെ സ്വീകരിക്കാൻ പര്യാപ്തമല്ലാത്ത ഒരു നാശകൂമ്പാരമായിരിക്കും എന്നേക്കും അത്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ചെയ്യൂ. 3 ദുരാശകളെയും തകർക്കുക.
നിങ്ങളുടെ തിന്മകൾക്ക് അതാതിന്റെ പേര് തന്നെ കൊടുക്കുന്നതിൽ നിങ്ങൾ ആത്മാർത്ഥതയുള്ളവരാകൂ. ഇത് ചെയ്യരുത്, അത് ചെയ്യരുത് എന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന ദൈവത്തിന്റെ ആത്മാർത്ഥത പോലുള്ള ആത്മാർത്ഥത നിങ്ങൾക്കുണ്ടാകണം. ദൈവത്തെക്കാൾ കൂടുതലായി മറ്റെന്തിനെയെങ്കിലും, അതെന്ത് സ്നേഹമെങ്കിലും ആയിക്കൊള്ളട്ടെ, സ്നേഹിക്കുന്നവൻ വിഗ്രഹാരാധകനാണ്. ദൈവത്തിന്റെ ദാസനാണെന്ന് പറഞ്ഞ് അവിടുത്തോട് പ്രാർത്ഥിക്കുകയും എന്നാൽ ദൈവത്തെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ദൈവത്തിന്റെ എതിരാളിയാണ്. അത്യാഗ്രഹ നിമിത്തം സാബത്ത് ദിവസം ജോലി ചെയ്യുന്നവർ വിശ്വസിക്കാൻ കൊള്ളരുതാത്തവരും ധിക്കാരിയും ദൈവനിന്ദയുള്ളവരുമാകുന്നു. ദൈവത്തിന് നൽകിയെന്നുള്ള നാട്യത്തിൽ മാതാപിതാക്കളെ സഹായിക്കാത്തവനെ ദൈവം വെറുക്കുന്നു. മാതാപിതാക്കന്മാരെ തന്റെ തന്നെ പ്രതിച്ഛായയായി ഭൂമിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് ദൈവമാണ്. ജീവൻ അപഹരിക്കുന്നവൻ എപ്പോഴും കൊലപാതകിയാണ്. വ്യഭിചാരം ചെയ്യുന്നവൻ എപ്പോഴും ജഡികാസക്തിയുള്ളവനാണ്. മോഷ്ടിക്കുന്നവൻ എപ്പോഴും കള്ളനാണ്. കളവ് പറയുന്നവൻ എപ്പോഴും നികൃഷ്ടനായിരിക്കും. തന്റെ സ്വന്തമല്ലാത്തത് ആഗ്രഹിക്കുന്നവൻ എപ്പോഴും അത്യാഗ്രഹിയായി വെറുപ്പുളവാക്കുന്ന കൊതിയനാണ്. വിവാഹ കിടക്കയെ അശുദ്ധമാക്കുന്നവൻ എപ്പോഴും അഴുക്കു നിറഞ്ഞവനാണ്. ഇവ ഇങ്ങനെ തന്നെയാണ്. സ്വർണ്ണ കാളക്കുട്ടിയെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞപ്പോൾ ദൈവകോപമുണ്ടായി. സോളമൻ വിഗ്രഹാരാധന നടത്തി കഴിഞ്ഞപ്പോൾ ഇസ്രായേലിൽ ഭിന്നതയുണ്ടായി. അവരെ അത് ബലഹീനരാക്കി. നമുക്ക് ഇപ്പോഴുള്ള ദൗർഭാഗ്യങ്ങളും അരൂപിയുടെ തകർച്ചയും ദേശീയ വിപത്തുകളും എല്ലാം ഉണ്ടായത് ഗ്രീക്ക് തത്വങ്ങൾ സ്വീകരിച്ച് നടപ്പാക്കുകയും മറ്റും ചെയ്തതിനു ശേഷമാണ്. അന്തിയോക്കസ് എപ്പിഫാനസിന്റെ കീഴിൽ ഏതാനും അയോഗ്യരായ യൂതന്മാരാണ് ഇത് ചെയ്തത്. ദൈവത്തിന്റെ കപടദാസന്മാരായ നാദാബും അബിഹുവും യഹോവയാൽ ശിക്ഷിക്കപ്പെട്ട കാര്യം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. സാബത്ത് ദിവസം മന്ന വിശുദ്ധമായിരുന്നില്ല എന്നോർക്കുക. കാമിനെയും അബ്സലോമിനെയും സ്മരിക്കുക. ഊറിയാക്കെതിരെ ദാവീദും അമ്നോനെതിരെ അബ്സലോമിന്റെയും ആമ്നോന്റെയും അന്ത്യവും, മോഷ്ടാവായിരുന്ന ഹെലിയോഡോറസിന്റെ വിധിയും, സൈമണിന്റെയും മെനലാവൂസിന്റെയും മരണവും ഞാൻ ഓർക്കുകയാണ്. സൂസന്നായ്ക്കെതിരെ കള്ളസാക്ഷി പറഞ്ഞ ദുഷ്ടരായ 2 പ്രമാണികളുടെ നിന്ദ്യമായ അന്ത്യം ഞാൻ നിങ്ങളെ അനുസ്മരിപ്പിക്കുന്നു. ഇങ്ങനെ അവസാനമില്ലാത്ത വിധം അനവധി ഉദാഹരണങ്ങൾ പറയാൻ കഴിയും. എന്നാൽ നമുക്ക് വീണ്ടും മക്കബായരുടെ കാര്യത്തിലേക്ക് തിരിച്ചു പോകാം. അനന്തരം അവർ ദേവാലയത്തെ ശുദ്ധീകരിച്ചു. ഞാൻ നശിപ്പിക്കുന്നു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഞാൻ വിശുദ്ധീകരിക്കുന്നു എന്നും പറയേണ്ടത് ആവശ്യമാണ്. ഒരു മനുഷ്യൻ ശുദ്ധനാകുന്നതെങ്ങനെയെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു. ആത്മാർത്ഥമായ എളിമയുള്ള അനുതാപത്താലാണ് ശുദ്ധനായിത്തീരുന്നത്. യഥാർത്ഥത്തിൽ അനുതാപമുണ്ടെങ്കിൽ ദൈവം ക്ഷമിക്കാത്തതായി ഒരു പാപവുമില്ല. ദൈവത്തിന്റെ കൃപയുടെ ധാരാളതയിൽ വിശ്വാസമുള്ളവരായിരിക്കൂ. ആ ധാരാളത എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെങ്കിൽ ലോകത്തിലെ സകല പാപങ്ങളും നിങ്ങളുടെ മേലുണ്ടായാലും ദൈവത്തിൽ നിന്ന് നിങ്ങൾ ഓടി അകലുകയില്ല. നേരെ മറിച്ച് ദൈവത്തിന്റെ കാൽക്കലേക്ക് നിങ്ങൾ ഓടിച്ചെല്ലും. കാരണം മനുഷ്യൻ പൊറുക്കാത്തത് നല്ലവനായ, ഏറ്റവും നല്ലവനായ അവന് മാത്രമേ പൊറുക്കാൻ കഴിയുകയുള്ളൂ. അവർ വേറൊരു ബലിപീഠം പണിതു. ഓ, കർത്താവിനെ ചതിക്കാൻ ശ്രമിക്കരുത്. നിങ്ങളുടെ പ്രവൃത്തികളിൽ കാപട്യം ഉണ്ടാകരുത്. ദൈവത്തെയും ധനത്തെയും ഒരുമിച്ച് ചേർക്കരുത്. അങ്ങനെ ചെയ്താൽ ഒരു ശൂന്യമായ ബലിപീഠമായിരിക്കും നിങ്ങളുടേത്. ദൈവത്തിന്റെ ബലിപീഠം ശൂന്യമായിരിക്കും. പഴയ ബലിപീഠത്തിന്റെ അംശങ്ങൾ ഉണ്ടെങ്കിൽ പുതിയത് പണിതിട്ട് കാര്യമില്ല. ഒന്നുകിൽ ദൈവം, അല്ലെങ്കിൽ വിഗ്രഹം. നിങ്ങൾ തന്നെ നിശ്ചയിച്ചു കൊള്ളുക. അവർ തീക്കല്ലും ഗന്ധകത്തിരിയും ഉപയോഗിച്ച് തീ കത്തിച്ചു. ദൈവത്തിൻ്റെത് മാത്രമായിരിക്കും എന്നുള്ള ഉറച്ച തീരുമാനമാണ് തീക്കല്ല്. ദൈവത്തിന്റെ മനസ്സിൽ നിന്ന് നിന്റെ പാപങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ പോലും മായ്ച്ചു കളയാനുള്ള ആഗ്രഹമാണ് ഗന്ധകത്തിരി. ഇത് രണ്ടും കൂടെ ചേർന്ന് കഴിയുമ്പോൾ തീ കത്തുന്നു. സ്നേഹം കാരണം
സ്വന്തം പിതാവിന് ദുഃഖം വരുത്തിയ മകൻ പിന്നീട് മാന്യമായ ജീവിതം നയിച്ച് അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പിതാവിനെ സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്. മുൻപ് കണ്ണീരിന് കാരണമായവൻ ഇപ്പോൾ സന്തോഷത്തിന് കാരണമാകാൻ ആഗ്രഹിക്കുന്നു. ഇത്രയുമായി കഴിയുമ്പോൾ നിങ്ങൾക്ക് ബലിയർപ്പിക്കാം, കുന്തിരിക്കം ധൂപിക്കാം, ദീപങ്ങൾ കൊളുത്താം, അപ്പം കാഴ്ചവയ്ക്കാം. ബലികൾ ദൈവത്തിന് സ്വീകാര്യമാകും, പ്രാർത്ഥനകൾ പ്രീതിജനകമായിരിക്കും, അൾത്താര ശരിക്കും പ്രകാശിതമാകും. അനുദിനം അർപ്പിക്കുന്ന കാഴ്ചകൾ കൊണ്ട് ബലിപീഠത്തിൽ ഭക്ഷണം സമൃദ്ധമായുണ്ടാകും. ഞങ്ങളുടെ സംരക്ഷകനായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം, കാരണം അവൻ നിങ്ങളുടെ സ്നേഹിതനായിരിക്കും. എന്നാൽ അവന്റെ കരുണ അതിനായി കാത്തു നിൽക്കുന്നില്ല. നിന്റെ ആഗ്രഹം മുൻകൂട്ടി കാണുന്നു, ആ കാരുണ്യവും നിന്നോട് പറയുന്നു, പ്രതീക്ഷയുള്ളവനായിരിക്കൂ. ഞാൻ നിന്നോട് പറയുന്നു, ദൈവം നിന്നോട് ക്ഷമിക്കുന്നു. കർത്താവിന്റെ പക്കലേക്ക് വരിക. നിങ്ങളുടെ മധ്യേ ഒരു ബലിപീഠം ഇപ്പോൾ തന്നെയുണ്ട്, പുതിയ ബലിപീഠം. പ്രകാശത്തിന്റെയും പാപപ്പൊറുതിയുടെയും അരുവികൾ അതിൽ നിന്ന് പുറപ്പെടുന്നു. തൈലം പോലെ അത് പടരുന്നു, സുഖപ്പെടുത്തുന്നു, നവജീവൻ നൽകുന്നു. അതിൽ നിന്ന് വരുന്ന വചനത്തിൽ വിശ്വസിക്കുക. നിങ്ങളുടെ പാപങ്ങളെ ഓർത്ത് എന്നോട് കൂടെ കരയുക. ദേവാലയ ഗീതം നയിക്കുന്ന ലേവായനെ പോലെ നിങ്ങളുടെ വിലാപം എന്റെ ശബ്ദത്തോടൊപ്പം ഉണ്ടായിരുന്നാൽ അത് നിരാകരിക്കപ്പെടുകയില്ല. ഞാൻ നിങ്ങളോടൊപ്പമാകാൻ എന്നെ തന്നെ താഴ്ത്തുന്നു. ശരീരത്തിൽ മനുഷ്യരുടെ സഹോദരനാണ്, അരൂപിയിൽ പിതാവിന്റെ ഏകജാതനാണ്. നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളോട് ചേർന്നും ഞാൻ പറയുന്നു. മനുഷ്യവംശം വീണുകിടക്കുന്ന അഗാധത്തിൽ നിന്ന് കർത്താവെ, ഞാൻ അങ്ങയോട് നിലവിളിക്കുന്നു. തന്നെ തന്നെ നോക്കി നെടുവേർപ്പെടുന്നവന്റെ ശബ്ദം ശ്രദ്ധിക്കണമേ. എന്റെ വാക്കുകൾക്ക് നീ ചെവി അടച്ചു കളയരുതേ. ഓ ദൈവമേ, എന്നെ തന്നെ കാണുമ്പോൾ ഞാൻ ഭയപ്പെട്ടു പോകുന്നു. എന്റെ ദൃഷ്ടിയിൽ ഞാൻ ഭയം ജനിപ്പിക്കുന്നവനാണ്. നിന്റെ ദൃഷ്ടിയിൽ ഞാൻ എന്തായിരിക്കും? ഓ കർത്താവേ, എന്റെ അപരാധങ്ങൾ അങ്ങ് നോക്കരുതേ, കാരണം അങ്ങേ സന്നിധിയിൽ എനിക്ക് നിൽക്കാൻ കഴിയുകയില്ല. എന്റെ മേൽ കരുണയായിരിക്കണമേ. അങ്ങ് കരുണയാണെന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങേ വാക്ക് ഞാൻ വിശ്വസിക്കുന്നു. മുറിവേറ്റ് നിരാശപ്പെട്ടിരിക്കുന്ന എന്റെ ആത്മാവ് നിന്നിൽ, നിന്റെ വാഗ്ദാനങ്ങളിൽ പ്രത്യാശ അർപ്പിക്കുന്നു. പ്രഭാതം മുതൽ പ്രദോഷം വരെയും എന്റെ യൗവനം മുതൽ വാർദ്ധക്യം വരെയും അങ്ങിൽ ഞാൻ പ്രത്യാശ വയ്ക്കുന്നു. ദാവീദ് വ്യഭിചാരവും കൊലപാതകവും ചെയ്തു. ദൈവം അതിന് അദ്ദേഹത്തെ ശാസിച്ചു. എന്നാലും എന്നോട് കരുണ തോന്നണമേ, എന്നോടുള്ള ആദരവ് നിമിത്തമല്ല, പിന്നെയോ അളവില്ലാത്ത അവിടുത്തെ കരുണയുടെ മഹത്വത്തിനായി എന്നോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദാവീദിനോട് ദൈവം ക്ഷമിച്ചു. അങ്ങേ കാരുണ്യത്താൽ എന്റെ പാപം തുടച്ചു നീക്കണമേ. അവിടുത്തെ നന്മയുടെ അഗാധത്തിൽ നിന്നെടുക്കുന്ന ജലത്തിനല്ലാതെ വേറൊരു ജലത്തിനും എന്റെ ഹൃദയത്തെ കഴുകി വെടിപ്പാക്കുവാൻ കഴിയുകയില്ല. എന്റെ അനീതിയിൽ നിന്ന് എന്നെ കഴുകി എന്റെ മാലിന്യങ്ങളിൽ നിന്ന് എന്നെ ശുദ്ധനാക്കണമേ. പാപം ചെയ്തു എന്നത് ഞാൻ നിഷേധിക്കുന്നില്ല. പോരാ, എന്റെ പാപങ്ങൾ ഞാൻ ഏറ്റുപറയുന്നു. എന്നെ കുറ്റപ്പെടുത്തുന്ന സാക്ഷിയെപ്പോലെ അവ എപ്പോഴും എന്റെ മനസ്സിലുണ്ട്. എന്റെ അയൽക്കാരനെതിരായും എനിക്ക് തന്നെ എതിരായും ഞാൻ ദ്രോഹം ചെയ്തു. എന്നാൽ അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്തല്ലോ എന്നോർത്ത് കൂടുതലായി അനുതപിക്കുന്നു. അവിടുത്തെ വാക്കുകളിൽ അങ്ങ് നീതിയുള്ളവനാണ്. എല്ലാ മാനുഷിക ശക്തികളുടെയും ഉപരിയായിട്ടുള്ള അവിടുത്തെ നീതിവിധികളെ ഞാൻ ഭയപ്പെടുന്നു. എന്നാൽ നിത്യനായ ദൈവമേ, ഞാൻ പാപിയായിട്ടാണ് ജനിച്ചതെന്നും എന്നെ ഗർഭം ധരിച്ചവൾ പാപിനിയാണെന്നും ഓർക്കണമേ. എന്നാൽ നീ എന്നെ അധികമായി സ്നേഹിച്ചു. നിന്നെ തന്നെ എനിക്ക് വെളിപ്പെടുത്തുകയും ജ്ഞാനത്തെ എന്റെ ഗുരുവായി നൽകുകയും ചെയ്തു. അവിടുത്തെ മഹനീയ സത്യത്തിന്റെ രഹസ്യങ്ങൾ അങ്ങനെ എനിക്ക് വെളിപ്പെടുത്തി. ഇത്രയധികം എനിക്ക് ചെയ്ത നിന്നെ ഞാൻ ഭയപ്പെടണമോ? വേണ്ട, നിന്നെ ഞാൻ ഭയപ്പെടുന്നില്ല. ദുഃഖത്തിന്റെ കയ്പ് എന്റെ മേൽ തളിക്കണമേ, അപ്പോൾ ഞാൻ ശുദ്ധിയുള്ളവനാകും. കണ്ണീരുകൊണ്ട് എന്നെ കഴുകണമേ,
അപ്പോൾ ഞാൻ മലയിലെ മഞ്ഞ് പോലെയാകും. അങ്ങേ സ്വരം ഞാൻ കേൾക്കട്ടെ. എളിമപ്പെടുത്തപ്പെട്ട നിന്റെ ദാസൻ സന്തോഷിക്കും. കാരണം എന്നെ നീ ശാസിക്കുകയാണെങ്കിലും നിന്റെ സ്വരം എനിക്ക് സന്തോഷവും ആനന്ദവുമാണ്. എന്റെ പാപങ്ങളിലേക്ക് നിന്റെ മുഖം തിരിക്കണമേ. അപ്പോൾ നിന്റെ കണ്ണുകൾ എന്റെ മാലിന്യങ്ങളെ മാറ്റിക്കളയും. നീ എനിക്ക് തന്ന ഹൃദയം സാത്താനും എന്റെ മാനുഷിക ബലഹീനതയും കൂടെ അശുദ്ധമാക്കി. ശുദ്ധിയുള്ള ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. നിന്റെ ദാസന്റെ ഉള്ളിലുള്ള അഴിമതികളെല്ലാം നശിപ്പിക്കണമേ. ചൊവ്വുള്ള അരൂപി മാത്രം എന്നിൽ ഭരണം നടത്തട്ടെ. അങ്ങേ സന്നിധിയിൽ നിന്ന് എന്നെ ബഹിഷ്കരിക്കരുതേ. അങ്ങേ സ്നേഹം എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. കാരണം നിന്റെ സംരക്ഷണം മാത്രമാണ് എന്റെ ആത്മാവിന്റെ ആഭരണം. വിനീതമാക്കപ്പെട്ട എന്റെ ഹൃദയത്തിന്റെ സർവാധികാരി അങ്ങേ അരൂപിയാണ്. ജനങ്ങളുടെ ഇടയിൽ ഞാൻ അങ്ങേ ദൂതനായി അവരോട് ഇങ്ങനെ പറഞ്ഞുകൊള്ളട്ടെ: കർത്താവ് എത്ര നല്ലവനാണെന്ന് കാണുക. അവന്റെ വഴികളിലൂടെ നടക്കുക. അപ്പോൾ എന്നെപ്പോലെ നിങ്ങളും അനുഗ്രഹീതരാകും. മനുഷ്യരുടെ അവജ്ഞാപാത്രമായ ഞാൻ എന്നിൽ പുനരുദ്ധരിക്കപ്പെട്ട കൃപയാൽ അവന്റെ പുത്രനായി തീരുകയാണ്. അങ്ങനെ പാപി അവിടുത്തെ പക്കലേക്ക് പിന്തിരിയും. രക്തവും മാംസവും എന്നിൽ തിളയ്ക്കുകയും എന്റെ ഉള്ളിൽ ബഹളം വയ്ക്കുകയും ചെയ്യുന്നു. എന്റെ ആത്മാവിന്റെ രക്ഷയായ കർത്താവേ, അവയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അപ്പോൾ അങ്ങേ സ്തുതികൾ ഞാൻ പാടും. എനിക്കറിഞ്ഞുകൂടായിരുന്നു, എന്നാൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. മുട്ടാടുകളുടെ ബലിയല്ല അവിടുന്ന് ആഗ്രഹിക്കുന്നത്, പിന്നെയോ തകർന്ന മറ്റൊരു ഹൃദയത്തിന്റെ ദഹനബലിയാണ് അങ്ങ് ആവശ്യപ്പെടുന്നത്. പൊട്ടിത്തകർന്ന ഒരു ഹൃദയമാണ് ആടുകളുടെ ബലിയേക്കാൾ അവിടുത്തേക്ക് പ്രീതികരമായത്. കാരണം അവിടുത്തേക്ക് വേണ്ടിയാണ് ഞങ്ങളെ അങ്ങ് സൃഷ്ടിച്ചത്. ഞങ്ങൾ അത് ഓർത്തുകൊണ്ട് നിന്റേത് നിനക്ക് തിരിച്ചു തരണമെന്ന് നീ ആവശ്യപ്പെടുന്നു. എന്നോട് കരുണ തോന്നണമേ. അവിടുത്തെ വലിയ നന്മയിൽ എന്റെ ജെറുസലേമിനെ, എന്റെയും നിന്റെയും ജെറുസലേമിനെ പണിയണമേ. ശുദ്ധീകരിക്കപ്പെട്ട പാപപ്രതി നൽകപ്പെട്ട ഒരാത്മാവിനെ എന്നിൽ ഉളവാക്കണമേ. ബലികളും കാഴ്ചകളും പാപപൂർത്തിക്കായുള്ള ദഹനബലികളും കൃതജ്ഞതാ സ്തോത്രത്തിന്റെയും സ്തുതിയുടെയും ബലികളും അതിൽ അർപ്പിക്കപ്പെടും. എന്റെ സ്നേഹത്തിന്റെ സൗരഭ്യത്തോടു കൂടെ ജീവിതത്തിലെ ഓരോ ദിവസവും ഈ അൾത്താരയിൽ നിന്ന് അങ്ങേ പക്കലേക്ക് ഉയരുന്ന വിശുദ്ധമായ കാഴ്ചവസ്തു ആയിരിക്കട്ടെ. വരൂ, നമുക്ക് കർത്താവിന്റെ പക്കലേക്ക് പോകാം. ഞാൻ മുൻപിൽ, നിങ്ങൾ പിറകിലും. നമുക്ക് നല്ല ശുദ്ധജലമുള്ളിടത്തേക്ക്, വിശുദ്ധമായ മേച്ചിൽപ്പുറങ്ങളിലേക്ക്, ദൈവത്തിന്റെ നാട്ടിലേക്ക് പോകാം. കഴിഞ്ഞു പോയതെല്ലാം മറക്കുക. ഭാവിയെ നോക്കി പുഞ്ചിരി തൂക്കുക. ചതുപ്പ് നിലങ്ങളെക്കുറിച്ച് ഉത്കണ്ഠയുണ്ടാകരുത്. നക്ഷത്രങ്ങളെ നോക്കുക. ഞാൻ അന്ധകാരമാണ് എന്ന് പറയേണ്ട, ദൈവം പ്രകാശമാണെന്ന് പറയുക. ഞാൻ വന്നിരിക്കുന്നത് സമാധാനം നിങ്ങളെ അറിയിക്കാനാണ്. എളിയവർക്ക് സദ്വാർത്ത നൽകാനാണ്. വളരെ കാര്യങ്ങളാൽ തകർന്നിരിക്കുന്ന ഹൃദയങ്ങളെ സുഖപ്പെടുത്താനാണ്. എല്ലാ അടിമകൾക്കും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാനാണ്. ഒന്നാമതായി മാമോന്റെ അടിമകൾക്ക് സ്വാതന്ത്ര്യം പ്രസംഗിക്കാനാണ്. ജഡികാസക്തിയുടെ അടിമകളെ തടവുകളിൽ നിന്ന് സ്വതന്ത്രരാക്കാനാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, കൃപയുടെ വർഷം ഇതാ വന്നിരിക്കുന്നു. നിങ്ങൾ പാപികളാണെന്നറിയുന്നതിനാൽ ദുഃഖിച്ച് നിങ്ങൾ കരയേണ്ട. ദൈവരാജ്യത്തിൽ നിന്ന് ബഹിഷ്കൃതരായ നിങ്ങൾ കരയേണ്ട. നിങ്ങളുടെ ചാരത്തിന്റെ സ്ഥാനത്ത് ഞാൻ സ്വർണം വിതറും. നിങ്ങളുടെ കണ്ണീരിന്റെ സ്ഥാനത്ത് തൈലം പൂശും. കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങളെ അർപ്പിക്കാൻ ഏറ്റവും വിശിഷ്ടമായ വസ്ത്രങ്ങൾ നിങ്ങളെ ഞാൻ അണിയിക്കും. കർത്താവിനോട് ഞാൻ പറയും: അന്വേഷിച്ച് കണ്ടെത്തുവാൻ നീ എന്നെ നിയോഗിച്ച ആടുകൾ ഇതാ. ഞാൻ അവയെ കണ്ടു. എല്ലാ സ്ഥലങ്ങളിൽ നിന്നും അവയെ ഒരുമിച്ച് കൂട്ടി. എണ്ണി നോക്കി വഴിതെറ്റിപ്പോയവയെ തേടിപ്പിടിച്ച് അവയെയും മഴയിൽ നിന്നും മഞ്ഞിൽ നിന്നും രക്ഷിച്ച് അങ്ങേ പക്കൽ എത്തിച്ചിരിക്കുന്നു. എല്ലാ ജനങ്ങളുടെയും ഇടയിൽ നിന്ന് അവയെ ശേഖരിച്ചു.
എല്ലാ ദേശങ്ങളിൽ നിന്നും ഒരുമിച്ച് കൂട്ടി. ഭൂമിയിലെ ഒരു സ്ഥലത്തേക്കല്ല അവരെ നയിക്കുന്നത്, നീ അവർക്കായി ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ ഗിരിശൃംഗങ്ങളിലേക്കാണ്. അവിടെ എല്ലാം ഫലഭൂയിഷ്ഠമാണ്, സുന്ദരമാണ്, പ്രകാശമാണ്. അവിടെ സ്വർഗീയ ആനന്ദത്തിന്റെ അരുവികളിൽ നിന്നെ കണ്ട് സംതൃപ്തരായിരിക്കുന്നവരുടെ അടുത്തേക്ക്, നീ സ്നേഹിക്കുന്ന അരൂപികളുടെ അടുക്കലേക്കാണ് അവരെ നയിക്കുന്നത്. മുറിവേറ്റവരെയും ഞാൻ അന്വേഷിച്ചു, പരിക്കേറ്റവരെ ഞാൻ സുഖപ്പെടുത്തി, ശക്തിയില്ലാത്തവരെ കൂടുതൽ പരിപാലിച്ചു. ഒന്നിനെ പോലും ഞാൻ അവഗണിച്ചില്ല. ജഡമോഹങ്ങളാകുന്ന ചെന്നായ്ക്കൾ കടിച്ചു പറിച്ച ഒന്നിനെ പ്രിയപ്പെട്ട ഒരു നുകം പോലെ ഞാൻ തോളിലേറ്റി ചുമന്ന് അങ്ങേ പാദത്തിലേക്ക് കൊണ്ടുവന്നു. അവൾക്ക് നടക്കാൻ കഴിയുന്നില്ല, അങ്ങേ വാക്കുകൾ അവൾക്കറിയില്ല. ഇച്ഛാഭംഗവും പുരുഷന്മാരും ഓടിച്ചുവിടുന്ന ഒരു പാവപ്പെട്ട ആത്മാവാണവൾ. വിറയ്ക്കുകയും വിലപിക്കുകയും ചെയ്യുന്ന അവൾ തീരത്തടിച്ച് തകരുന്ന ഒരു തിര പോലെയാണ്. ആഗ്രഹത്തോടെ അവൾ മുന്നോട്ട് വരുന്നു, എന്നാൽ അവളെക്കുറിച്ച് തന്നെയുള്ള അറിവ് അവളെ പിന്നിലേക്ക് ഓടിക്കുന്നു. സ്നേഹമുള്ള പിതാവേ, അവിടുത്തെ ഹൃദയം അവൾക്കായി തുറക്കണമേ. നഷ്ടപ്പെട്ട ഈ സൃഷ്ടി അതിൽ സമാധാനം കണ്ടെത്തട്ടെ. വരൂ, നീ എന്റേതാണ് എന്ന് അവളോട് പറയൂ. അവൾ ലോകം മുഴുവന്റെയും ആയിരുന്നു, എന്നാൽ അവൾ അതിനെ വെറുക്കുന്നു, അതിനെ ഭയപ്പെടുകയും ചെയ്യുന്നു. അവൾ പറയുന്നു, എല്ലാ യജമാനന്മാരും അഴുക്കിന്റെ വീരന്മാരാണ്. എന്നാൽ അവൾ ഇങ്ങനെ പറയാനിടയാകട്ടെ, എന്റെ ഈ രാജാവ് ഞാൻ പിടിക്കപ്പെട്ടു എന്നതിലുള്ള സന്തോഷം എനിക്ക് നൽകുന്നു. സ്നേഹം എന്താണെന്ന് അവൾക്ക് അറിഞ്ഞുകൂടാ, എന്നാൽ നീ അവളെ സ്വീകരിക്കുമെങ്കിൽ ഈ സ്വർഗീയ സ്നേഹം ദൈവവും മനുഷ്യന്റെ അരൂപിയുമായുള്ള മംഗല്യ സ്നേഹമാണെന്ന് അവൾ പഠിക്കും. അപ്പോൾ ക്രൂരന്മാരായവരുടെ കൂട്ടിൽ നിന്ന് സ്വതന്ത്രയാക്കപ്പെട്ട ഒരു പക്ഷിയെ പോലെ അവൾ ഉയരങ്ങളിലേക്ക്, കൂടുതൽ ഉയരങ്ങളിലേക്ക് പറന്ന് അങ്ങേ പക്കലേക്ക്, സ്വർഗത്തിലേക്ക്, സന്തോഷത്തിലേക്കും മംഗല്യത്തിലേക്കും പ്രവേശിച്ച് ഇങ്ങനെ പാടും: ഞാൻ അന്വേഷിച്ചയാളെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. എന്റെ ഹൃദയത്തിന് വേറൊരാഗ്രഹവുമില്ല. എന്നേക്കും വാഴ്ത്തപ്പെട്ടവനായ നിത്യനായ കർത്താവേ, ഞാൻ അങ്ങിൽ വിശ്രമിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്നു. പൊയ്ക്കോളൂ, ഒരു പുതിയ അരൂപിയോടുകൂടെ ശുദ്ധീകരണ തിരുനാൾ ആഘോഷിക്കൂ. ദൈവത്തിന്റെ പ്രകാശം നിങ്ങളുടെ ഉള്ളിൽ പ്രകാശിക്കട്ടെ. ഈശോയുടെ പ്രസംഗത്തിന്റെ അവസാനം സാധാരണയിൽ കവിഞ്ഞ് വിചാരിക്കാൻ കഴിയുന്നതിലധികം ശക്തിമത്തായിരുന്നു. പ്രകാശമാനമായ ആ മുഖത്ത് തിളങ്ങുന്ന കണ്ണുകൾ, ആ പുഞ്ചിരിയും സ്വരവും ഇതിനു മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത വിധം അത്ര ശാന്തത നിറഞ്ഞവ. ആളുകൾ ഈശോയിലേക്ക് ആകൃഷ്ടരായി അനങ്ങാതെ ഇരിക്കുന്നു. ഈശോ ആവർത്തിച്ച് പറയുന്നു, പൊയ്ക്കോളൂ, സമാധാനം നിങ്ങളോടുകൂടെ. തീർത്ഥാടകർ അപ്പോൾ പരസ്പരം സംസാരിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുന്നു. മൂടുപടം ധരിച്ച സ്ത്രീ പതിവ് പോലെ വേഗം നടന്നു നീങ്ങുന്നു. ആയാസരഹിതമായ വേഗത്തിലുള്ള നടപ്പ്. അവളുടെ മേലങ്കിയുടെ തോൾഭാഗം കാറ്റുകൊണ്ട് വീർത്തപ്പോൾ ചിറക് വിടർത്തിയ പോലെയുണ്ട്. അവൾ ഇസ്രായേൽക്കാരിയാണോ എന്ന് ഇപ്പോൾ അറിയാൻ പറ്റും, പത്രോസ് പറയുന്നു. എന്തുകൊണ്ട്? കാരണം അവൾ ഇവിടെ തന്നെ താമസിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അവൾ സ്വന്തമായി വീടില്ലാത്ത ഒരു ദരിദ്ര സ്ത്രീയാണ്, വേറൊന്നും അല്ല. ഇത് ഓർത്തുകൊള്ളൂ പത്രോസേ. ഈശോ ഗ്രാമത്തിലേക്ക് നടക്കുന്നു. അതേ ഗുരുവേ, ഞാൻ ഓർത്തുകൊള്ളാം. എല്ലാവരും തിരുനാളിന് വീട്ടിലായിരിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ സ്ഥാനത്ത് നമ്മുടെ സ്ത്രീകളായിരിക്കും ദീപങ്ങൾ കൊളുത്തുക. എനിക്ക് വിഷമമുണ്ട്. എന്റെ വീട്ടിൽ ദീപം കൊളുത്തുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കാണാതിരിക്കുക, ഞാൻ തന്നെ ദീപം കൊളുത്താതിരിക്കുന്നതും. നീ ഒരു വലിയ കുഞ്ഞാണല്ലോ, നമ്മളും ദീപങ്ങൾ കൊളുത്തും. അന്നേരം പിന്നെ നിനക്ക് വിഷമം തീരുമല്ലോ. ദീപം കൊളുത്തുന്നയാളും നീ തന്നെയായിരിക്കും. ഞാനോ? കർത്താവേ, ഞാനല്ല. നമ്മുടെ കുടുംബത്തിന്റെ തലവൻ നീയാണ്. അതുകൊണ്ട് നീയാണ് ദീപം കൊളുത്തേണ്ടത്.
ഞാൻ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന ദീപമാണ്. നിങ്ങളെല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പത്രോസേ, ഞാൻ നിത്യമായ ശുദ്ധീകരണമാണ്. ഞാൻ ചിസ്ലേവ് മാസത്തിന്റെ 25-ാം ദിവസമാണ് ജനിച്ചതെന്ന് നിനക്കറിയാമോ? അന്ന് എത്ര വിളക്കുകൾ ഉണ്ടായിരുന്നിരിക്കണം? പത്രോസ് വിസ്മയം പൂണ്ട് പറയുന്നു. അവയെ എണ്ണാൻ കഴിയുമായിരുന്നില്ല, ആകാശത്തിലുള്ള സർവ്വ നക്ഷത്രങ്ങളും. അല്ല, നിന്റെ ജന്മദിനം നസ്രസിൽ അവർ ആഘോഷിച്ചില്ലേ? ഞാൻ നസ്രസിലല്ല ജനിച്ചത്. ബെത്ലഹേമിലുള്ള ഒരു കാലിത്തൊഴുത്തിലാണ് ഞാൻ ജനിച്ചത്. നോക്കൂ, ജോണിന് ശാന്തമായിരിക്കാൻ കഴിയും. ജോൺ വളരെ അനുസരണയുള്ളവനാണ്. അവന് ജിജ്ഞാസയുമില്ല. എന്നാൽ എനിക്കെല്ലാം അറിയണം, അതേക്കുറിച്ചെല്ലാം. നിന്റെ പാവം സൈമോനോട് പറയുമോ? അല്ലാതെ നിന്നെക്കുറിച്ച് ഞാൻ എങ്ങനെ പ്രസംഗിക്കും? വളരെ പ്രാവശ്യം ആളുകൾ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്തു പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മറ്റുള്ളവർക്കെല്ലാം കഴിവുണ്ട്. അതായത്, നിന്റെ സഹോദരന്മാർക്കും സൈമണും ബർത്തലോമ്യോക്കും സൈമന്റെ പുത്രൻ യൂദാസിനും കഴിവുണ്ട്. അതെ, തോമസും പ്രസംഗത്തിന് മിടുക്കനാണ്. ചന്തയിൽ സാമാനങ്ങൾ വിൽക്കാൻ കൂവിക്കൊണ്ട് നടക്കുന്ന വെച്ചുവാണിഭ കച്ചവടക്കാരെ പോലെയുണ്ട് തോമസ്. എന്നാലും അവന് സംസാരിക്കാൻ കഴിയും. പിന്നെ മാത്യു, അവനൊരു പ്രയാസവുമില്ല. പണ്ട് ചുങ്കം പിരിക്കുന്ന മേശയ്ക്കരികിലിരുന്ന് ആളുകളോട് പൊള്ളവാക്ക് പറഞ്ഞ് പണം തട്ടിയ ആ സാമർത്ഥ്യം, നീ പറഞ്ഞത് ശരിയാണെന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിച്ച ആ സാമർത്ഥ്യം ഇപ്പോൾ അവൻ നന്നായി ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ പാവം. യോനാസിന്റെ പുത്രൻ സൈമൺ, മത്സ്യം നിന്നെ എന്താണ് പഠിപ്പിച്ചത്? തടാകം എന്ത് പഠിപ്പിച്ചു? 2 കാര്യങ്ങൾ. എന്നാൽ അതുകൊണ്ട് ഒരു ഉപകാരവുമില്ല. മൗനമായിരിക്കാനും സ്ഥിരതയുള്ളവനായിരിക്കാനും മത്സ്യം എന്നെ പഠിപ്പിച്ചു. വലയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ സ്ഥിരമായി ശ്രമിച്ചു. അവയെ വലയിൽ നിന്ന് വിടാതിരിക്കാൻ ഞാൻ സ്ഥിരമായി നോക്കി. ധൈര്യമായിരിക്കാനും തടാകം പഠിപ്പിച്ചു. പിന്നെ വെള്ളം എന്തു പഠിപ്പിച്ചു? എന്റെ ഒരു മാംസപേശിക്കും വിശ്രമം കൊടുക്കാനാവാത്ത വിധം ബുദ്ധിമുട്ടി തുഴയാനും തിരകൾ കൊണ്ട് തടാകം ഇളകി വള്ളം മറിക്കുമ്പോഴും എഴുന്നേറ്റ് നിൽക്കാനും പഠിപ്പിച്ചു. ധ്രുവനക്ഷത്രത്തെ നോക്കുവാൻ, ചുക്കാൻ മുറുകെ പിടിക്കാൻ, ശക്തനും ധീരനും സ്ഥിരതയുള്ളവനും സൂക്ഷ്മതയുള്ളവനും ആയിരിക്കണമെന്ന്. ഇതെല്ലാമാണ് എന്റെ പാവപ്പെട്ട ജീവിതം എന്നെ പഠിപ്പിച്ചത്. ഈശോ ഒരു കൈ പത്രോസിന്റെ തോളിൽ വച്ചുകൊണ്ട് പിടിച്ചു കുലുക്കുകയും സ്നേഹത്തോടെ ആശ്ചര്യത്തോടും കൂടെ ആ കളങ്കമില്ലാത്ത ആത്മാർത്ഥതയിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് പത്രോസിനെ നോക്കി പറയുന്നു, ഇതെല്ലാം ധാരാളമാണെന്ന് ശമയോൻ പത്രോസേ, നീ കാണുന്നില്ലേ? എന്റെ പാറയാകാൻ ആവശ്യമുള്ളതെല്ലാം നിനക്കുണ്ട്. ഒന്നും കൂട്ടിച്ചേർക്കുകയും വേണ്ട, ഒന്നും എടുത്തു കളയുകയും വേണ്ട. ശമയോൻ, നീ സത്യമായി കപ്പൽ സഞ്ചാരിയായിരിക്കും. നിന്നെ അനുഗമിക്കുന്നവനോട് നീ പറയും, ധ്രുവനക്ഷത്രത്തെ നോക്കിക്കൊള്ളൂ, അതായത് ഈശോയെ. ചുക്കാൻ മുറുകെ പിടിക്കുക. ശക്തി, ധൈര്യം, ഉറപ്പ്, ശ്രദ്ധ, വിശ്രമമറിയാതെ കഠിനാധ്വാനം, എല്ലാത്തിന്മേലും നോട്ടം, ക്ഷോഭിച്ച കടലിലും എഴുന്നേറ്റ് നിൽക്കാനുള്ള കഴിവ്, ഇവയെല്ലാം അഭ്യസിക്കുക എന്ന്. പിന്നെ മൗനമായിരിക്കുക എന്ന കാര്യം കൊള്ളാം. മത്സ്യം അത് നിന്നെ പഠിപ്പിച്ചിട്ടില്ല. ഞാൻ പറയേണ്ട കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ഞാൻ മത്സ്യത്തിനേക്കാൾ മൂകനാണ്. മറ്റ് സംസാരങ്ങൾ ഏത് കരിയില പക്ഷിക്കും ഞാൻ ചിലയ്ക്കുന്നത് പോലെ ചിലയ്ക്കാൻ പറ്റും. എന്നാൽ ഗുരുവേ, എന്നോടൊന്ന് പറയൂ, നീ എനിക്ക് ഒരു പുത്രനെയും തരുമോ? ഞങ്ങൾക്ക് പ്രായമായി. പക്ഷെ നീ പറഞ്ഞല്ലോ സ്നാപകന്റെ അമ്മ വൃദ്ധയായിരുന്നുവെന്ന്. ഇപ്പോൾ നീ പറഞ്ഞു നിന്റെ പിന്നാലെ വരുന്നവനോട് നീ പറയുമെന്ന്. ഒരു മനുഷ്യന്റെ പിന്നാലെ അവന്റെ പുത്രനല്ലാതെ ആര് വരാനാണ്? പത്രോസിന്റെ മുഖത്ത് യാചനയുടെയും പ്രത്യാശയുടെയും ഭാവമാണുള്ളത്. ഇല്ല പത്രോസേ, അതോർത്ത് നീ അസ്വസ്ഥനാകേണ്ട. മേഘം സൂര്യനെ മറച്ചു കഴിയുമ്പോൾ തടാകം എങ്ങനെയോ അതുപോലെ തന്നെ ഇരിക്കുന്നു നീ ഇപ്പോൾ. പ്രകാശം മാറി ഇരുളായി. ഇല്ല, എന്റെ പ്രിയപ്പെട്ട പത്രോസേ, നിനക്ക് ഒന്നല്ല
1000, 10,000 പുത്രന്മാർ, അതും എല്ലാ നാടുകളിലും ഉണ്ടാകും. ഞാൻ നിന്നോട് പറഞ്ഞത് ഓർക്കുന്നില്ലേ? നീ മനുഷ്യനെ പിടിക്കുന്നവനാകും എന്ന്. ഓ, ശരിയാണ്. പക്ഷേ എന്നെ അപ്പാ എന്ന് വിളിക്കുന്ന ഒരു കുട്ടിയുള്ളത് എത്ര നല്ലതായിരിക്കും. നിനക്ക് എണ്ണാൻ കഴിയാത്ത വിധം അത്രയധികം പുത്രന്മാർ നിനക്കുണ്ടാകും. നീ അവർക്ക് നിത്യജീവൻ നൽകും. നീ അവരെ സ്വർഗത്തിൽ കാണും. അവരെ കൂട്ടി എന്റെ പക്കൽ വന്ന് നീ ഇങ്ങനെ പറയും: ഇതാ നിന്റെ പത്രോസിന്റെ മക്കൾ. ഞാൻ ആയിരിക്കുന്നിടത്ത് തന്നെ അവരും ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നിന്നോട് പറയും: ശരി പത്രോസേ, നീ ആഗ്രഹിക്കുന്നത് പോലെ ആയിക്കൊള്ളട്ടെ. കാരണം നീ എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു. ഇപ്പോൾ ഞാൻ നിനക്ക് വേണ്ടി എല്ലാം ചെയ്യും. ഇങ്ങനെ വാഗ്ദാനം ചെയ്യുന്നത് എത്ര കാരുണ്യത്തോടെയാണ്! ഭൗമികമായ പിതൃത്വത്തിനുള്ള പ്രതീക്ഷ കെട്ടുപോകുന്നതിന്റെ പ്രയാസത്തിൽ പത്രോസ് ഉമിനീർ വിഴുങ്ങുന്നു. അതേസമയം ഈശോ വെളിപ്പെടുത്തിയ മഹാഭാഗ്യമോർത്ത് സന്തോഷാശ്രുക്കൾ പൊഴിക്കുകയും ചെയ്യുന്നു. പത്രോസ് പറയുന്നു: ഓ കർത്താവേ, നിത്യജീവൻ കൊടുക്കണമെങ്കിൽ നല്ലവരായി ജീവിക്കാൻ ആളുകളെ പഠിപ്പിക്കണമല്ലോ. അങ്ങനെ വീണ്ടും നമ്മൾ തിരിച്ച് ആദ്യത്തെ പ്രശ്നത്തിലേക്ക് വന്നിരിക്കുന്നു. പ്രസംഗിക്കാൻ എനിക്ക് കഴിവില്ല. സമയം വരുമ്പോൾ ഗമാലിയേലിനേക്കാൾ നന്നായി പ്രസംഗിക്കാൻ നിനക്ക് കഴിയും. നീ പറയുന്നത് വിശ്വസിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. എന്നാൽ നീ ഈ അത്ഭുതം ചെയ്യണം. കാരണം ഞാൻ തന്നെത്താൻ ചെയ്യുകയാണെങ്കിൽ. ഈശോ പത്രോസിനെ നോക്കി നേരിയ പുഞ്ചിരിയോടെ പറയുന്നു: ഇന്ന് ഞാൻ പൂർണ്ണമായി നിന്റേതാണ്. നമുക്ക് ഗ്രാമത്തിൽ കൂടെ ഒന്ന് പോകാം. ആ വിധവയെ നമുക്ക് പോയി കാണാം. രഹസ്യമായിട്ടുള്ള ഒരു ദാനം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു മോതിരം, വിൽക്കാനുള്ളത്. എങ്ങനെയാണത് കിട്ടിയതെന്നറിയാമോ? ഈ വില്ലോ മരത്തിന്റെ തണലിലിരുന്ന് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ ഒരു കല്ല് വന്ന് എന്റെ പാദത്തിനരികെ വീണു. ഒരു ചെറിയ പൊതി ആ കല്ലിനോട് ചേർന്ന് തുകൽനാട കൊണ്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു. പൊതിക്കുള്ളിൽ ഈ മോതിരം, തുകൽനാടയിൽ ഒരു വാക്ക്: ദാനധർമ്മം. ഞാനൊന്ന് കാണട്ടെ. ഓ, മനോഹരമായത്! ഒരു സ്ത്രീയുടെ മോതിരം. എത്ര ചെറിയ വിരൽ! എന്നാൽ സാധനത്തിന് എന്താ ഭാരം! നീ അത് വിൽക്കണം. എനിക്കത് പറ്റുകയില്ല. സത്രക്കാരൻ സ്വർണം വാങ്ങുന്നയാളാണ്. ബേക്കറിയുടെ അടുത്ത് ഞാൻ കാത്തു നിൽക്കാം. നീ പോയിട്ട് വരൂ. എന്നാൽ എന്തു ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ സ്വർണത്തെക്കുറിച്ച് എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഇത് വിശക്കുന്നവന് അപ്പത്തിനുള്ള വകയാണെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. നിനക്കറിയാവുന്നതുപോലെ ചെയ്യൂ. ദൈവം നിന്നോടുകൂടെ. പത്രോസ് വലതുവശത്തേക്ക് പോകുന്നു. ഈശോ സാവധാനത്തിൽ ഇടതുഭാഗത്തേക്കും പോകുന്നു. ഈശോ ഗ്രാമത്തിലേക്കാണ് പോകുന്നത്. നടത്തിപ്പുകാരന്റെ ഭവനത്തിനപ്പുറം കാടിന്റെ മറുവശത്ത് ഗ്രാമം കാണാം.